സ്മൃതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന നിലയിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും, ഈ പുരോഗമന നിലപാടുള്ള ആളുകളും അന്ന് അക്കാലത്ത് സ്വീകരിച്ചൊരു നിലപാടുണ്ട്. പക്ഷേ പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് നിലപാടുകൾ മാറുന്നത് കണ്ടു. പലരും വിശ്വാസികൾക്കൊപ്പം നിലയുറപ്പിക്കുന്നത് കണ്ടു. ഇപ്പോൾ വീണ്ടും യുവതീ പ്രവേശന വിഷയം ചർച്ചാ വിഷയമാവുകയാണ്. സ്മൃതി എങ്ങനെയാണ് കാണുന്നത്? താങ്കളുടെ ദുഷ്ടലാക്ക് പുരോഗമനപരമെന്നാണ് ഞാൻ പറഞ്ഞത്. ദുഷ്ടലാക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. മാറ്റമില്ലാത്തതിന് മാറ്റം എന്ന മാർക്സിയൻ വാചകം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് പിന്നോട്ട് നടക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞ പിണറായി സർക്കാർ 4 വോട്ടിന് വേണ്ടി തന്നെയാണ് നിലപാട് മാറ്റിയത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ 2007 നവംബറിൽ VS സർക്കാർ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം നൽകുന്നു. 2016 ജനുവരി 10 യുവതീ പ്രവേശം നിഷേധിക്കുന്ന നിലപാടിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി 2-അംഗ ബെഞ്ചിൽ എത്തുന്നത്. 2016 ഫെബ്രുവരി 6 ഉമ്മൻചാണ്ടി സർക്കാർ യുവതീ പ്രവേശം ആവശ്യമില്ല, അത് ആചാര ലംഘനമാണ്, അല്ലാതെ സ്ത്രീ പ്രവേശം നിഷേധിക്കുന്നില്ല, യുവതീ പ്രവേശം മാത്രമേ നിഷേധിക്കുന്നുള്ളൂ, അത് വിശ്വാസപരമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറിച്ചുള്ള നിലപാടുമായുള്ള സത്യവാങ്മൂലം നൽകിയത്. അതിനുശേഷം സുപ്രീം കോടതി വീണ്ടും ലിംഗനീതിയുമായി ബന്ധപ്പെട്ട് ഉറച്ച നിലപാടെടുക്കുന്നു. 2016 ഏപ്രിൽ 11 ലിംഗനീതി നിഷേധിക്കപ്പെടുകയാണെന്ന് സുപ്രീം കോടതി പറയുന്നു. പിന്നെ 2016 ഏപ്രിൽ 13 ആചാരത്തിൻ്റെ പേരിൽ നിഷേധിക്കാനാവില്ല ഇക്കാര്യങ്ങൾ എന്നുള്ള കാര്യം സുപ്രീം കോടതി ആവർത്തിച്ചു പറഞ്ഞപ്പോൾ സുപ്രീം കോടതി യുവതീ പ്രവേശനത്തിനൊപ്പം നിൽക്കുകയാണ് എന്ന് ഉറപ്പിക്കുന്ന പ്രതികരണങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തുകയാണ്. അപ്പോൾ 2016 നവംബറിൽ പിണറായി സർക്കാർ യുവതീ പ്രവേശത്തെ അനുകൂലിച്ചുകൊണ്ട് സത്യവാങ്മൂലം നൽകുന്നു. പിന്നീട് നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നു എന്ന രൂപത്തിൽ നടന്ന കാര്യങ്ങൾ, സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുമ്പോൾ അതിൽ വേണ്ട ക്രമീകരണങ്ങൾ, അതിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സൂചനകളായി വരുന്നു. അതിനെ സുവർണാവസരമായി കണ്ടിട്ടുള്ള BJPയുടെ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ നാമജപ ഘോഷയാത്ര നടന്നു. വിശ്വാസത്തെ ഹനിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പ്രായമായ സ്ത്രീകൾ, വീട്ടിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന സ്ത്രീകളുടെ മനസ്സിന് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ള പ്രതികരണം വരുന്നു. സ്ത്രീകളടക്കം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അത് നാമജപ ഘോഷയാത്രയായിരുന്നു. അപ്പുറത്ത് നവോത്ഥാന സമിതി രൂപീകരിക്കപ്പെടുകയാണ്, വനിതാ മതിൽ തീർക്കുകയാണ്. അപ്പോൾ ആ വനിതാ മതിലിലൊക്കെ ഉണ്ടായിരുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വനിതാ മതിലാണ്. ആ വനിതാ മതിൽ നമുക്ക് വലിയൊരു പ്രതീക്ഷ നൽകുകയാണ്. ഈ പുരോഗമന സമൂഹമാണ്, പുരോഗമന ആശയത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് എല്ലാവരും അതിനെ അംഗീകരിക്കുകയാണ് എന്നൊരു ധാരണ സർക്കാരിനും ഉണ്ടായി. അപ്പോൾ അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അതായത് ഇടത് നിലപാട് അതാണ്. അപ്പോൾ ആ ഇടത് നിലപാടിന് വലിയ സ്വീകാര്യത ലഭിച്ചു എന്ന് സർക്കാർ തെറ്റിദ്ധരിച്ചു. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ആ തിരിച്ചടി ഈ ശബരിമല യുവതീ പ്രവേശനത്തിനെടുത്തിരിക്കുന്ന വേഗം, അതിലെടുത്ത നടപടികൾ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് CPM എത്തുകയാണ്. ആ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അവിടേക്ക് ആരൊക്കെയാണ് എത്തുന്നത്? വിശ്വാസികളായ യുവതികളാണോ അവിടേക്ക് എത്തിയത്? വിശ്വാസം, എനിക്ക് അയ്യപ്പനെ കാണണം എന്ന വല്ലാത്ത പ്രാർത്ഥനയോടുകൂടി എത്തിയ സ്ത്രീകളാണോ അവിടേക്ക് എത്തിയത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനി അതല്ല, ഒരു പുരോഗമനപരമായ കാര്യം നടപ്പാക്കണമെങ്കിൽ അതിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല നിൽക്കേണ്ടത്, അതൊരു വിപ്ലവമാണ്. ആ വിപ്ലവം എന്ന രൂപത്തിലാണോ എത്തിയത് എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നു. അവിടേക്ക് വന്നവരെ, അവിടേക്ക് എത്തിച്ചവരെ ഒക്കെ അവരുടെയൊക്കെ നിലപാട് എന്തായിരുന്നു? അവരവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. ഇനി അത് പോട്ടെ, ഒരു പുരോഗമന ആശയവുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു അമ്മിണി എന്ന ഒരു ദളിത് യുവതി അങ്ങോട്ട് എത്തുന്നത്. അവർ എങ്ങനെയാണ് കേരളത്തിൽ പിന്നെ അവർ ജീവിച്ചത് എന്നുള്ളൊരു വിഷയമാണ്. അവർക്ക് ജീവിക്കാൻ സാധിച്ചോ? അവരെ ഇവിടെ കല്ലെറിഞ്ഞോടിക്കുന്ന സാഹചര്യം ഇവിടെ കാണുകയാണ്. എന്തൊരു അവസ്ഥയാണ്! അപ്പോൾ സർക്കാരിനെ വിശ്വസിച്ച്, കോടതിയെ വിശ്വസിച്ച് ശബരിമലയിലേക്ക് പോയത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണോ അല്ലയോ എന്നുള്ള വേറെ വിഷയം. അവർക്ക് അതിലൊരു നിലപാടുണ്ടായിരുന്നു. അതിൽ സ്ത്രീകളുടെ തുല്യത എന്ന നിലപാടാണ്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരവിടേക്ക് വരുമ്പോൾ അതിനുശേഷം അവരനുഭവിച്ച കാര്യം, ഇവിടെ കല്ലെറിഞ്ഞോടിക്കുന്ന ആൾക്കൂട്ടത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരിപ്പോൾ കേരളം വിട്ടിരിക്കുന്നു, അല്ലേ? കേരളം വിട്ട് അവർക്ക് കേരളത്തിൽ വരാത്ത രൂപത്തിൽ അവർ ഡൽഹിയിൽ ജീവിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരും പല രൂപത്തിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിത സാഹചര്യം മാറിയത് നമ്മൾ പല ഘട്ടങ്ങളായി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പിന്നെ വന്ന പല ആളുകളുടെയും ഉദ്ദേശം ശുദ്ധിയെക്കുറിച്ചൊക്കെ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ബിന്ദു അമ്മിണിയുടെ കാര്യത്തിൽ എനിക്ക് അവർ ആത്മാർത്ഥമായിട്ട് ഒരു തുല്യത എന്ന സ്വപ്നം കണ്ടുകൊണ്ട് വന്ന സ്ത്രീയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർ അനുഭവിച്ച കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ഒരു വിഷയമാണ് അവിടെ നിൽക്കുന്നു. പിന്നീട് 2019 പ്ലേറ്റ് മാറ്റുകയാണ്. അപ്പോൾ ആത്യന്തികമായി ഇത് വോട്ട് തന്നെയാണ് വിഷയം, നിലപാടല്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എന്ത് തരത്തിലാണ് നിങ്ങൾ സത്യവാങ്മൂലം മാറ്റുന്നുണ്ട്? ഇപ്പോൾ നാളെ വിശാല ബെഞ്ച് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് സുപ്രീം കോടതി കടക്കുന്നത്. ഉറപ്പായിട്ടും സത്യവാങ്മൂലമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും കോടതി നാളെ കടക്കുന്നില്ല. ബെഞ്ച് രൂപീകരിക്കുന്നു എന്നുള്ളതാണ്.
ഇപ്പോൾ മുന്നിലുള്ള ചോദ്യങ്ങൾ, 5 അംഗ ബെഞ്ചിന് മുന്നിലേക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാളെ സുപ്രീം കോടതിയിൽ നടക്കാനിരിക്കുന്ന, നാളെ എന്നല്ല കുറച്ച് ദിവസങ്ങളോളം നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചൊരു പുതിയ സത്യവാങ്മൂലം എന്ന വിഷയം അവിടെ നിൽക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ആ രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി ഉണ്ട് എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് തിരിച്ചടിയേറ്റു, ഞങ്ങളിതാ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ മതി. അത് പറയാതെ മാറ്റമില്ലാതെ മാറ്റത്തിന് മാത്രമാണെന്ന് പറഞ്ഞ് വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട കാര്യമില്ലെന്നേ. നിങ്ങൾക്ക് ആ നിലപാടുണ്ടെങ്കിൽ നിലപാട് ഉറച്ചു പറയൂ. ഞങ്ങളിതാ മാറ്റിയിരിക്കുന്നു, ആ നിലപാട് മാറ്റിയത് ഞങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്ന് തുറന്നു പറയണം. അതിനുള്ള ആത്മാർത്ഥത, സത്യസന്ധത കാണിക്കേണ്ടതുണ്ട്. അത് കാണിക്കാതെ ഈ പറഞ്ഞ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന രീതി അത് ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല. പാർട്ടി സെക്രട്ടറി അതിൽ വ്യക്തമായൊരു മറുപടി പറയാത്തതുകൊണ്ട് പാർട്ടി പ്രതിനിധികൾ പോലും അതിൽ പ്രതികരിക്കുന്നില്ല. കോടതി പറയട്ടെ, നേരത്തെയും പറഞ്ഞിരുന്ന വാദമാണല്ലോ, കോടതിയുടെ ഉത്തരവാണ് നടപ്പാക്കുന്നത് എന്ന രൂപത്തിൽ. അതിനപ്പുറം ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാടാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. ആ നിലപാടിൽ നിന്ന് മാറിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സമുദായ നേതാക്കളാണ് വന്നത്. അവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ സഹകരിക്കാൻ സമുദായ നേതാക്കൾ വന്നതിന് ചില കാര്യങ്ങളുണ്ടായിരുന്നു, ചില ഉറപ്പുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നിപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറയുന്നുണ്ടല്ലോ, സത്യവാങ്മൂലം മാറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ ചില ഉറപ്പുകൾ, അതായത് ഇനി യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് നിങ്ങൾക്ക് വിരുദ്ധമായി എടുക്കില്ല എന്ന് ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് NSS ഇപ്പോൾ പിണറായി വിജയനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിന്തുണയാണ് പ്രധാനം, വോട്ടാണ് പ്രധാനം. ആ വോട്ട് കിട്ടുവാൻ വേണ്ടി സ്ത്രീ തുല്യത എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിതാ തൽക്കാലം മറക്കുകയാണ് എന്ന കാര്യം തുറന്നു പറയാൻ തയ്യാറാകണം. ഈ രാഹുൽ ഗാന്ധിയുടെ നിലപാട് മാറിയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയും നിലപാട് മാറ്റിയിരിക്കും. രാഹുൽ ഗാന്ധി അല്ലല്ലോ ഇവിടെ ഭരിക്കുന്ന ആൾക്കാരാണ് സത്യവാങ്മൂലം നൽകുന്നത്. രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയെന്നല്ല, രാഹുൽ ഗാന്ധി വ്യക്തിപരമായി തനിക്ക് യുവതീ പ്രവേശം വേണമെന്നാണ് അഭിപ്രായം എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ? പല കോൺഗ്രസ് നേതാക്കളും പല അഭിപ്രായം പറയുന്നുണ്ട്. നമുക്ക് അധികാരത്തിലിരിക്കുന്നവർ സർക്കാർ എടുക്കുന്ന നിലപാടിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. പല നേതാക്കളും രാഹുൽ ഗാന്ധി മാറ്റി, ഞാനതിനോട് യോജിക്കുന്നില്ല എന്ന് പറയാം. അദ്ദേഹം പ്രതികരിക്കാതെ പോയിട്ടുണ്ടാകും. അദ്ദേഹം ആദ്യം പറഞ്ഞിരിക്കുന്നത് അതാണ്, യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാട് വെച്ചാണ്. ആ നിലപാട് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് അത് സ്വീകാര്യമല്ല. അല്ല, കോൺഗ്രസ് നേതാക്കൾക്ക് അത് സ്വീകാര്യമല്ല. ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പറയുന്നു, വിശ്വാസത്തെ ഹനിക്കുന്ന നിലപാടിനൊപ്പം പോകാൻ പറ്റില്ല എന്ന് ഉറച്ചു പറയുന്നു. വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ഉറച്ചു പറയുന്നു. അത് പറയുന്നുണ്ടെന്നേ, ഇപ്പുറത്തും അത് പറഞ്ഞാൽ മതി, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ഞങ്ങളിപ്പോൾ തൽക്കാലം തുല്യതയ്ക്കൊപ്പം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ തുല്യതയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിചാരിച്ച കാര്യം തെറ്റായിപ്പോയി, തുല്യതയ്ക്ക് പ്രശ്നം വന്നിട്ടില്ല, അത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാതിരിക്കുന്നില്ലല്ലോ, യുവതികളെ മാത്രമല്ലേ, അപ്പോൾ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അല്ല, കോൺഗ്രസിനെ പിന്നെ രാഹുൽ ഗാന്ധിനെ കോൺഗ്രസ് തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ഒരു നിലപാട്, കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട്, RSSന്റെ ആദ്യത്തെ നിലപാട് പിന്നീട് മാറി വേറൊരു നിലപാടാവുന്നു, BJPയുടെ നിലപാടാവുന്നു. അപ്പൊ ഈ വിഷയത്തിൽ ആരാണ് നിലപാട് മാറ്റാൻ? ചോദ്യം എന്തായിരുന്നു? അതെ, നിലപാടല്ലേ, നിലപാട് മാറുമോ എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? Meet the editors.